ഇനി മൂപ്പര് പറഞ്ഞ CD ഇറങ്ങായിട്ടാ മറുപടി അറിയാൻ. ഞാൻ CD ഇറങ്ങിയോ എന്ന് പറയട്ടെ, ശരിക്ക് കേട്ടോളേ മൗലവി. നിങ്ങളെ വീട്ടിന്റെ തൊട്ടടുത്ത് കട്ടിപ്പാറ ഞാന് വന്ന് പ്രസംഗിച്ചിട്ട് CD ഇറക്കിയിട്ടൊരു കൊല്ലം കഴിഞ്ഞു മൗലവി. ഒരു കൊല്ലമല്ല, ഒരു കൊല്ലവും ഏകദേശം 3 മാസവും കഴിഞ്ഞു. നിങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങളെ നാട്ടിൽ പ്രസംഗിച്ച CD ഇറങ്ങിയിട്ട് ഒരു കൊല്ലവും 3 മാസത്തോളം കഴിഞ്ഞു, മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങളെ പ്രസംഗത്തിന് കരുനാഗപ്പള്ളി ഞാൻ മറുപടി പറഞ്ഞു. അതിന്റെ CD ഇറങ്ങിയിട്ട് ഒരു കൊല്ലവും മാസവും കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല, ബൈക്ക് വന്നിട്ടില്ല. പിന്നൊരു രസം കേൾക്കണം നിങ്ങൾക്ക്. കർണാടക സ്റ്റേറ്റിൽ ദേർലക്കട്ട എന്ന് പറയുന്ന സ്ഥലത്ത് മൗലവിമാര് പോയി പ്രസംഗിച്ച് എന്നെ അവിടുത്തെ നാട്ടുകാർ വിളിച്ച് ഞാൻ പ്രസംഗിക്കാൻ പോയി. ഉള്ളാളം തങ്ങൾ സ്റ്റേജുമ്മലുണ്ട്, കുറേ വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ആ സ്റ്റേജിൽ ഞാൻ ചെല്ലുമ്പോൾ എന്ത് ചെയ്തു എന്നറിയോ, നമ്മളെ സ്ക്രീനും നമ്മളെ പ്രൊജക്ടറും ഒക്കെ എടുത്തിട്ട് മറുപടി അറിയാൻ പോയി. അവിടുത്തെ മുജാഹിദുകൾ പറഞ്ഞ് അല്ലോ സ്ക്രീനും കൊണ്ടുവരുന്നു, അല്ലോ പ്രൊജക്ടറും കൊണ്ടുവരുന്നു. ഉടനെ തന്നെ പോയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞ് ഇതിവിടെ വെച്ചാൽ പറ്റൂലേ സാറേ. ഞാൻ വെറുതെ പറയല്ല. മംഗലാപുരത്ത് വലിയ മരക്കച്ചവടം നടത്തുന്ന മോനുഹാജിണ്ട്. മോനുഹാജിനോട് ചോദിച്ചു നോക്ക്. മോനുഹാജി പോയിട്ട് DYSPനെ കണ്ട് കുറെ സംസാരിച്ചു നോക്കി. DYSPനോട് മോനുഹാജിയോട് DYSP പറയുന്നു, എന്ത് ചെയ്യാൻ അവന്മാര് സമ്മതിക്കണ്ടേ? അപ്പൊ സ്ക്രീനിൽ നിന്ന് കേൾക്കുമ്പോ ഞെട്ടേപ്പം മൗലവിമാര് ഇതാരേനും കൊണ്ടുവന്നത്? മറുപടി പറഞ്ഞോ മൗലവിമാരെ? ഇനി നിങ്ങൾ എന്താ പറഞ്ഞത്? ഉസ്സങ്കടിയിൽ വെച്ച് പിന്നെ പ്രസംഗിച്ചിട്ട് പിന്നെ ഞാനങ്ങ് ചെന്നിട്ടില്ല, നിങ്ങൾ കള്ളം പറഞ്ഞില്ലേ? ഞാനവിടെ പോയിട്ടില്ലേ? ഞാൻ വാദപ്രയോഗം നടത്തിയിട്ടില്ലേ? അതിന്റെ ശേഷവും പോയിട്ടില്ലേ? കളവല്ലേ പറഞ്ഞത്? ഇനിയും ചോദിക്കട്ടെ, ഉസ്സങ്കടിയിലെ ഒരു മുജാഹിദ് എന്റെ പ്രസംഗങ്ങൾ കേട്ട് രാജിവെച്ചിട്ടില്ലേ? ആ രാജിവെച്ച മുജാഹിദ് അന്ന് ദേർലക്കട്ടയിൽ എന്റെ സ്റ്റേജുമ്മലുണ്ടായിരുന്നില്ലേ? ചോദിക്കട്ടെ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് സുന്നിന്ന് മുജാഹിദായി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഇസ്ലാഹി മാസികയിൽ നിങ്ങൾ പേര് കൊടുത്ത് ഫോട്ടോ കൊടുത്ത് ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടില്ലായിരുന്നോ? സാലത്തൂർ ഫൈസി എന്ന് പറഞ്ഞ ഒരാളെ, ആ സാലത്തൂർ ഫൈസി ഇപ്പോൾ അതാ കർണാടകയിൽ അയാൾ പ്രത്യേകം പുസ്തകമിറക്കിയില്ലേ? ഞാനിവിടെ ഇവരെ കൂടെ പോയി നോക്കുമ്പോ ഒരു നിലക്കും പറ്റാത്ത കക്ഷികളാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട്, അവര് മുഴുവനും പേച്ചതാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ സത്യത്തിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുസ്തകമിറക്കിയില്ലേ മൗലവി? ഞങ്ങളെ പ്രസംഗം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഫലമുണ്ട് എന്നതിന് ഞങ്ങൾക്ക് എത്ര തെളിവുണ്ട് പറയാം. പക്ഷേ ഞങ്ങൾ അതും പറഞ്ഞ് നടക്കലല്ല ഞങ്ങൾക്ക് പണി. അതുകൊണ്ട് അത് പറയുന്നില്ല എന്ന് മാത്രം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ശരിക്കും മനസ്സിലായിക്കോ, ഈ നമ്മളെ എടച്ചേരിയിലുള്ള പണ്ഡിതന്മാരെ കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരൻ മുജാഹിദായി എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇസ്ലാഹി മാസികയിൽ ഇതാ ഇന്റർവ്യൂ എന്നും പറഞ്ഞ് പ്രസിദ്ധീകരിച്ചിരുന്നില്ലേ? ആ ചെറുപ്പക്കാരൻ സുന്നത്തി ജമാഅത്തിലേക്ക് തന്നെ മടങ്ങിയില്ലേ? എന്തേ മൗലവിമാരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിങ്ങനെ നടക്കുന്നത്? ഇനി ചോദിക്കട്ടെ, ഞാൻ നിങ്ങളെ മൗലവിമാര് വന്ന സ്ഥലത്തൊന്നും വരുന്നില്ല എന്ന് നിങ്ങൾ കുറെ ദിവസമായി നാദാവർ ഇങ്ങനെ പറയുന്നു. നിങ്ങൾ കുടുങ്ങിയുള്ള വിഷമം കൊണ്ട് പറയുന്നത് എനിക്ക് മനസ്സിലാവും, നിങ്ങളെ അണികൾക്ക് മനസ്സിലാവൂല. അതുകൊണ്ട് അണികളൊന്ന് മനസ്സിലാക്കാൻ പാടി ഞാൻ ചോദിക്കുന്നത്, കുണ്ടോട്ടിയില് നിങ്ങളെ ഏറ്റവും വലിയ നേതാവ് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ നിങ്ങളതാ സുന്നി മുസ്ലിയാമാര് കൂട്ടത്തോടെ മുജാഹിദിലേക്ക് എന്നും പറഞ്ഞൊരു പരിപാടി നടത്തിയില്ലേ? ആ പരിപാടിക്ക് മറുപടിയായി മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് എന്നും പറഞ്ഞ് ഞാനും ഒരു പരിപാടി നടത്തിയില്ലേ? ചോദിക്കട്ടെ, നിങ്ങൾ AP അബ്ദുൽ ഖാദർ മൗലവിയോട് മറുപടി പറയാൻ ഞാൻ ആവശ്യപ്പെട്ടില്ലേ? നിങ്ങൾ AP അബ്ദുൽ ഖാദർ മൗലവി ഇന്ന് വരെ കൊണ്ടോട്ടി വന്നിട്ട് എനിക്ക് മറുപടി പ്രസംഗം നടത്തിയോ? കുറ്റ്യാടിയിൽ വന്ന് AP അബ്ദുൽ ഖാദർ മൗലവി പ്രസംഗിച്ചില്ലേ? ഞാനതിന് മറുപടി പറഞ്ഞില്ലേ? പിന്നെ AP അബ്ദുൽ ഖാദർ മൗലവി പ്രസംഗിച്ചോ? ചോദിക്കട്ടെ, സക്കരിയ സലാഹി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കടവത്തൂരിൽ ഞാൻ പ്രസംഗിച്ചില്ലേ? സക്കരിയ മറുപടി പറഞ്ഞോ? വാണിമേൽ ഞാൻ പ്രസംഗിച്ചില്ലേ? മറുപടി പറഞ്ഞോ? വാഴക്കാട് എന്ന് കേൾക്കുമ്പോ എനിക്ക് ഞെട്ടലാണ് എന്നല്ലേ നിങ്ങൾ ഇവിടുന്ന് പ്രസംഗിച്ചത്? എന്നാൽ എനിക്ക് ഞെട്ടലാണെങ്കിൽ പൊട്ടിയത് നിങ്ങളാണ് മൗലവിമാരെ. അത് ശരിക്കൊന്ന് മനസ്സിലാക്കി വെച്ചോ. വാഴക്കാട് ഞാൻ പ്രസംഗിച്ചത് എപ്പോഴാ? 1995-96 കാലത്തല്ലേ? അന്നത്തെ വിഷയം എന്താ? അന്നത്തെ വിഷയം നിങ്ങളെ സലഫി അബ്ദുറഹ്മാൻ സലഫി അയാൾ പ്രസംഗത്തിൽ പറഞ്ഞ് അല്ലാഹു തആല എല്ലാ രാത്രിയും 1-ാം ആകാശത്തിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹ് സിംഹാസനത്തിന്റെ മുകളിൽ കുത്തിരിക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് തണ്ടങ്കാലുണ്ട്, അള്ളാഹ്ക്ക് വിരലുണ്ട്, അള്ളാഹ്ക്ക് കൈയുണ്ട്. ഇങ്ങനെ പറഞ്ഞു. ഞാൻ അതിനെതിരെ പ്രസംഗിച്ചു. ഗണ്ണന മണ്ഡന പരമ്പര നടന്നു.
നടന്നിട്ടെന്താ മൗലവിയായത്? ശരിക്കും മനസ്സിലാക്കി വെച്ചോ. നിങ്ങളെ മൗലവിമാർ ഒറ്റക്കെട്ടായി, നിങ്ങൾ മുജാഹിദുകൾ ഒറ്റക്കെട്ടായി അതാ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന് നേതൃത്വം കൊടുത്ത് എനിക്കെതിരെ വന്നത് നിങ്ങളെ നേതാവ് അബ്ദുറഹ്മാൻ സലഫി അല്ലേ? നിഷേധിക്കാൻ കഴിയോ? ആ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, ഞാൻ റാസി ഇമാമിന്റെ കിതാബ് ഇങ്ങനെ ഉദ്ധരിച്ച് അടിക്കടി റാസി വായിച്ചു. ഇമാം റാസി റളിയല്ലാഹു അൻഹു അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ടെന്ന് പറയുന്നവരെ, അള്ളാഹ് കയറുകയും ഇറങ്ങുകയും ചെയ്യുമെന്ന് പറയുന്നവരെ, അള്ളാഹു ആകാശത്തിന്റെ മേലെ അർശിന്റെ മുകളിൽ കുത്തിരിക്കുന്നു എന്ന് പറയുന്നവരെ ഗണ്ണിച്ചുകൊണ്ട് ധാരാളം എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് ഞാനിങ്ങനെ പറഞ്ഞപ്പോ നിങ്ങളെ സലഫി പറഞ്ഞ് പേരോട് പറഞ്ഞ് റാസി ഇമാമിന്റെ തഫ്സീറിൽ അങ്ങനെയല്ലേ ഉണ്ട്, അതല്ല ശരി തന്നെ. പക്ഷെ റാസി ഇമാം അവസാനം അതെല്ലാം വിട്ടിട്ട് അതെല്ലാം എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് തൗബ ചെയ്തിട്ട് മടങ്ങിയിട്ടാ മരിച്ചത് എന്ന് പറഞ്ഞു. ഇങ്ങനെ തഫ്സീറിലുള്ള എല്ലാം മൂപ്പർ മാറ്റി പറഞ്ഞിട്ടാ മരിച്ചത്. ഞാൻ ചോദിച്ചു അതെവിടെയാണുള്ളത്? ഇപ്പൊ സെലഫി പറഞ്ഞു അഖ്സാമുൽ ലദ്ദാത്ത് എന്നൊരു കിതാബുണ്ട്, അതിലുള്ളത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അഖ്സാമുൽ ലദ്ദാത്ത് എനിക്കൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ മൗലവിമാര് എടുത്ത് അവിടെയുള്ള മാഷന്മാരുണ്ട് കുറെ സുന്നികൾ, അവരൊക്കെ കൂടി പോയിട്ട് മൗലവിനോട് ഞാൻ അഖ്സാമുൽ ലദ്ദാത്ത് ഒന്ന് കാണണം. അപ്പൊ മൗലവി പറഞ്ഞു അഖ്സാമുൽ ലദ്ദാത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ മൗലവി പിന്നെ നിങ്ങളുടെ പറയാതെ അത് ബയാനു തൽബീസിൽ ജഹ്മിയ എന്നൊരു കിതാബുണ്ട് ഇബ്നു തൈമിയ്യക്ക്, ഇബ്നു തൈമിയ്യന്റെ ആ കിതാബ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് വെച്ചാൽ അതൊന്ന് കാണിച്ചു തരുമോ? മൗലവി പറഞ്ഞു അതും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കുട്ടികൾ ചോദിച്ചു എന്നാ പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞു അതിന്റെ ഡയറിയിൽ വേറൊരു മൗലവി കുറിച്ച് എന്നതാണ്. ശരിക്കും നിങ്ങൾ കേൾക്കണോ? പായക്കാട്ട് വെച്ച് ചോദിച്ചു നോക്ക് നിങ്ങൾ. ഞാനതിലൊക്കെ കേസറ്റ് സൂക്ഷിച്ചിട്ടുണ്ട് മൗലവി. എന്നിട്ടോ അങ്ങനെ ഞാൻ അവിടുന്ന് ചോദിച്ചു അഖ്സാമുൽ ലദ്ദാത്ത് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അവസാനം അഖ്സാമുൽ ലദ്ദാത്ത് കാണിക്കാൻ കഴിയാതെ അവിടുന്ന് സംവാദത്തിന് വേണ്ടി വെല്ലുവിളിയായി. സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ മുങ്ങി. അങ്ങനെയല്ലേ ആ പരിപാടി നിന്നത്? നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? എന്നിട്ട് ഇവിടുന്ന് പറയാ പായക്കാരൻ നിൽക്കും പേരോട് ഞെട്ടലല്ലേ? ഞാൻ അതായത് പറയാൻ കാരണം എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ഞാൻ അവിടെ 9ഓളം ഗണ്ണനം നടത്തി. അതിന്റെ ശേഷം ഞാൻ എത്ര പ്രസംഗം നടത്തി, എത്ര CD ഇറക്കി വാഴക്കാട്ട് പോയിട്ട്. നിങ്ങളിപ്പോ കാണുന്നില്ലല്ലോ. നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫിനെ വാഴക്കാട്ട് കാണുന്നില്ല എന്നല്ല, അബ്ദുറഹ്മാൻ സലഫി പിന്നീട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനുമായി ഞാനാ നടത്തിയതുപോലെ ഗണ്ണന പ്രസംഗത്തിന് അതിന്റെ ശേഷം അബ്ദുറഹ്മാൻ സലഫി തുനിഞ്ഞിട്ടുണ്ടോ? മറുപടി പറയണം നിങ്ങൾ. പിന്നീടൊരു ഗണ്ണന പരമ്പരയ്ക്ക് അബ്ദുറഹ്മാൻ സലഫി ജീവിതത്തിൽ ഇന്ന് വരെ പോയിട്ടുണ്ടോ? 12ഓളം കൊല്ലായിലെ മൂലയിലിരിക്കുന്നു. രോഗായിട്ടല്ല മുജാഹിദീങ്ങളുള്ള സ്ഥലത്ത് പോവും. സുന്നികളും കൂടി കേൾക്കുന്ന ഗണ്ണനത്തിന് മൗലവി ഇപ്പം പോക്കില്ല. കാരണം വാഴക്കാട്ടിന് പാഠം പഠിച്ചതല്ലേ മൗലവി. ഇനി ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഞട്ടലല്ലേ ഇത് എന്നെ കൊണ്ട് പറയിച്ചു കേട്ടോ. ഇനി ഒന്നും കൂടി ഞാൻ പറയാം. ഞാൻ ചീറ്റൊന്നും പറയുന്നില്ല, ഞാൻ കാര്യമാണ് പറയുന്നു. ഇനി ഒന്നുകൂടി ചോദിക്കട്ടെ, എന്നിട്ടെന്താ ആയത് അത് പറ. ഞാൻ വാഴക്കാട്ട് ഗണ്ണന പ്രസംഗം നടത്തുന്ന സമയത്ത് പൊന്നാനി എന്നൊരു വാദപ്രവാഹത്തിന് വ്യവസ്ഥ ചെയ്താൻ പോയി. പൊന്നാനി AP സാഹിബിനെ പറഞ്ഞേച്ച്. അപ്പൊ പോയപ്പോ അവിടെ ആരാ വന്നത് എന്നോട് വ്യവസ്ഥ ചെയ്താന്? വ്യവസ്ഥ എഴുതാൻ വന്നത് ഒന്ന് CP ഉമർ സുല്ലമി, മറ്റൊന്ന് അബ്ദുറഹ്മാൻ സലഫി. രണ്ടാളും കൂടി വ്യവസ്ഥ എഴുതാൻ എന്റെ അടുത്ത് വന്നു. വ്യവസ്ഥ എഴുതാൻ കുത്തിരുന്ന് വ്യവസ്ഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോ അത് എന്നെ വാദപ്രതിവാദമായി മാറി. സംഭവം ശരിയല്ലേ? എന്നിട്ട് അങ്ങനെ നിങ്ങൾ രണ്ടു കൂട്ടർ ഒന്നായിട്ടല്ലായിനോ വന്നത്? എന്നാ മൗലവി വാഴക്കാട്ട് ഗണ്ണന പ്രസംഗം നടന്നപ്പോ CP ഉമർ സുല്ലമി വേറൊരു മുജാഹിദായിട്ട് അപ്പുറം പോയി, അബ്ദുറഹ്മാൻ സലഫി ഇപ്പുറത്ത് വേറൊരു മുജാഹിദായിട്ട് പോയി. അങ്ങനെ പേരോടിന് ഞെട്ടി എന്ന് പറഞ്ഞ മൗലവി നിങ്ങൾ പൊട്ടി കേട്ടോ. ഒന്നായിട്ട് വന്ന രണ്ട് മൗലവിമാരിന്ന് രണ്ട് ചേരിയിലാണ്. തർക്കം എന്താണെന്നറിയോ? തർക്കം ഇത് തന്നെ. ഏത് പാലക്കാട്ട് നമ്മളുമായിട്ട് നടന്ന പ്രശ്നം എന്താ തർക്കോ? അല്ലാഹ് അർശിന്റെ മുകളിലാണോ അല്ലേ? ആ തർക്കത്തിലല്ലേ നിങ്ങൾ രണ്ടും രണ്ടായത്? അതിന്റെ കാരണക്കാരൻ ഞാനല്ലേ? എന്റെ പ്രസംഗമല്ലേ? പറ മൗലവിമാരെ മറുപടി.